നിങ്ങൾ ഫോൺ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു 10 ടിപ്സ് ആൻഡ് ട്രിക്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സ്റ്റോറി ഇടുന്ന സമയത്ത്, പണ്ട് നമ്മൾ സ്റ്റോറി ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ലോങ്ങർ ആയിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് മാത്രമാണ് സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് ഇനി നമുക്ക് 60 സെക്കൻഡുള്ള സ്റ്റോറീസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒറ്റ ഷോട്ടിൽ തന്നെ നമുക്ക് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ക്രോമിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്രോം ടാബുകളുടെ എണ്ണം നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക, അതിനകത്ത് സെർച്ച് പറഞ്ഞ് തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും. ആ ഒരു നമ്പറാണ് നിങ്ങളെ റീസെൻ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ക്രോം ടാബുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് എന്തെങ്കിലും കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാമെന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്മാർട്ട് ഫോണിലും ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ടിപ്സ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യുന്നതിന് പകരം മറിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള 10 വിരലിൻ്റെയും ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യ ഘട്ടങ്ങൾ വരുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമല്ലോ. ഇനി അപ്പോൾ അഥവാ ലോക്കാണെങ്കിൽ നമ്മൾ പാറ്റേൺ യൂസ് ചെയ്യുന്ന പകരം ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ഫിംഗർ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്യാമെന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഹൈ ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് ഓഡിയോയും ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഓഡിയോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോ അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ലോഡ്2 എന്ന് പറയുന്ന സൈറ്റാണ്. അപ്പം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും സൈറ്റൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമെന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഇമോജി ഓപ്ഷനാണ്. അതായത് നമുക്കറിയാം സ്റ്റോറിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റോറിയൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഇമോജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റോറി റിയാക്ട് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അവതാർ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള അവതാറിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കസ്റ്റമൈസേഷനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയി നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവതാർ കസ്റ്റമൈസേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്റ്റോറിയിൽ റിയാക്ട് ചെയ്യാം. അതായത് സ്റ്റോറി റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവതാർ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അവതാർ അതിനകത്ത് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാനുള്ളൂ. അപ്പം ഇതൊരു പുതിയൊരു ഫീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ഒരു യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് വാട്സപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഒരു വേർഡ് നിങ്ങൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു വേർഡിനെ ബേസ് ചെയ്തുള്ള സ്റ്റിക്കറും കാര്യങ്ങളും വാട്സപ്പ് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും വാട്സപ്പ് തന്നെ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാമെന്നുള്ളൂ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു റീല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇൻസ്റ്റാഗ്രാം തന്നെ നമുക്കൊരു ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു മിക്സ് ആയിരിക്കും. അതായത് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹൈലൈറ്റ്സും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം ഒരു സോങ്ങിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹൈലൈറ്റ്സ് എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ആ ഒരു മൂഡും കാര്യങ്ങളും എങ്ങനെ ആയിരിക്കും. ചിലപ്പം എന്തെങ്കിലും ഒരു വിന്നിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെത്തേഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം തന്നെ ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാമെന്നുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള മ്യൂസിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്ത് ആ ഒരു ഹൈലൈറ്റ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു പുതിയ ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം നേരത്തെ എന്ന് പറയുന്നത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് റീൽസിന് വേണ്ടി തന്നെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോസിനും കാര്യങ്ങൾക്കുള്ളതൊക്കെ തള്ളി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊരു പുതിയൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു റീൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പിൽ നമുക്ക് പല രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ പല ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള കോൺടാക്ട്സും കാര്യങ്ങളുണ്ടാകും. പല രീതിയിൽ മീൻസ് അതായത് പല കോൺടാക്ട്സും കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി മെസ്സേജും കാര്യങ്ങളും വരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അൺറീഡഡ് ആയിട്ടുള്ള വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളും കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ചെല്ലുക. ഞാനിത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ താഴെയായിട്ട് നിങ്ങൾ റീഡ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത മെസ്സേജും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാമെന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളൂ. അപ്പം കുറച്ച് ബിസിയുള്ള വ്യക്തികൾക്കൊക്കെ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു ബിസിയുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പം നിങ്ങൾക്കിത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള പല ലാംഗ്വേജും അതിനകത്ത് അവൈലബിൾ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, അതായത് നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമർ എങ്ങനെയാണെന്ന് അറിയില്ല, അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഒരു വേർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. അപ്പം നിങ്ങൾ ആ വേർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ആ ഒരു പോപ്പപ്പ് ആയിട്ട് വരുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് കാണാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് സെലക്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും, പിന്നെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് കാണാൻ പറ്റില്ലെങ്കിൽ അതിന് തൊട്ടപ്പുറത്ത് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതിൽ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു വേർഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക, അതിനുശേഷം ഇതിലേക്ക് വന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ പറഞ്ഞുതരും, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരും, പിന്നെ മറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ അതെങ്ങനെയാണ് സംസാരിക്കണത് എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആ ഓപ്ഷൻ വരുന്ന സമയത്ത് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ പോയി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ക്രോമിൽ നിങ്ങളൊരു പേജ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു വേർഡോ അല്ലെങ്കിൽ വേറൊരു മൂവിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ക്രോമിൽ തന്നെ ഫൈൻഡ് പേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടൻറ്റ്, അതായത് നിങ്ങൾ തുറന്ന് ചെയ്യുന്ന ആ ടാബിൽ ആ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെർച്ച് എഞ്ചിൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടോട്ടൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ 10 ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൊണ്ടുവന്ന് ഓടുന്ന ഓപ്ഷനിലേക്ക് എനേബിൾ തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എനിക്ക് അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.